എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടും സഹായം കൊണ്ടും ഞാൻ ഇവിടം വരെ എത്തിയിട്ടോ. എല്ലാവർക്കും നന്ദി, സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പം ഇന്ന് ഞാനൊരു ഡിഷ് വാഷിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷ് വാഷ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള 3-4 സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്ക് പാത്രം കഴുകാനും നമ്മുടെ ബാത്റൂം കഴുകാനും കരിക്കലം കഴുകാനും ഒക്കെ ഇതിന് നല്ലതാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഈ ഇരുമ്പമ്പുളി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത്. ഇതാദ്യം പറിച്ചെടുക്കുക. ഇത് കുറച്ച് വലിയ മരമാണ്. അപ്പം ഞങ്ങൾക്ക് തോട്ടി കെട്ടിയിട്ട് വേണം പറിക്കാൻ, അല്ലാതെ താഴെ നിന്നൊന്നും പറിക്കാൻ പറ്റില്ല, നല്ല ഉയരത്തിലാണ്. അപ്പോൾ ഇതാദ്യം നമ്മളിത് കുറച്ച് പറിച്ചെടുക്കണം. ഇതിപ്പോൾ ചാടി പോകുന്ന സാധനമാണ്. പഴുത്ത് താഴെ ചാടിയതാണെങ്കിലും മതി കേട്ടോ. നല്ലത് വേണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ അച്ചാറിടാനൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇത് പറിക്കുമ്പോൾ ചാടി വരും. വലിയൊരു മരമാണ്. അത് കാരണം ഉയരത്തിൽ നിന്ന് വേണം നമ്മൾ തോട്ടി കെട്ടി പറിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കിട്ടി കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഡിഷ് വാഷ് ഉണ്ടാക്കണേ. ആദ്യം നമ്മൾ ഒരു 3-4 കഷ്ണമായിട്ടൊന്ന് മുറിച്ച് മിക്സിയിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് നമ്മൾ അരച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് അരയാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടത് അരിച്ചെടുക്കണം. നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് പറമ്പിൽ വീണ് കിടന്ന് പോകുന്ന സാധനമാണ് ഇരുമ്പമ്പുള്ളി. അച്ചാറല്ലാതെ ആരും ഇതധികം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് കളയാതെ നമുക്ക് എത്ര വേണമെങ്കിലും കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഈ ഡിഷ് വാഷ്. ഇനി നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ ആ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് ചൂടായാൽ മതി കേട്ടോ. അങ്ങനെ തിളയ്ക്കൊന്നും വേണ്ട. ഒരു 2 സ്പൂണ് കല്ലുപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പൊടിയിപ്പിട്ടാലും മതി കേട്ടോ. കൈ എടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്കൊരു 2-3 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായി വന്ന് ഗ്യാസ് ഓഫാക്കിയേ. അതിനകത്തേക്കിന് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് അപ്പസോഡ, ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വലിയ പാത്രം വേണേ, ഇല്ലെങ്കിൽ പതഞ്ഞ് പൊന്തിപ്പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീട്ടിലുള്ള വിമ്മിൻ്റെയോ നമ്മുടെ ഡിഷ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. മണത്തിനും ഒരു പതയ്ക്കൊക്കെ. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു ഇതാറ് കഴിഞ്ഞിട്ട് നമ്മളിത് കുപ്പിയിൽ ബോട്ടിലാക്കി വയ്ക്കുക. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. നല്ല കരിക്കലങ്ങളോ നമ്മുടെ ടൈലോ ബാത്റൂമോ ക്ലീൻ ചെയ്യാൻ എല്ലാത്തിനും നല്ലതാണ്. നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബായ്.